ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് തന്ന ഒരു ചോക്ലേറ്റാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ടിഫാനി ബിഗ് ബ്രേക്ക് ബിഗ് ക്രഞ്ചി വേഫറിൻ ചോക്ലേറ്റ്. സോ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാൻ പാടില്ല എന്നുള്ളൊരു ചൊല്ലുള്ളതുകൊണ്ട് ഞാനിതിന് എത്രയാണ് പ്രൈസ് എന്ന് ചോദിച്ചിട്ടില്ല. നെറ്റ് വെയ്റ്റ് 28.5 grams ആണ്. അഥവാ പ്രൈസ് ഇതിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് വായിക്കാനറിയത്തില്ല. കാരണം അറബിക് ലാംഗ്വേജിലാണെന്ന് തോന്നുന്നു എല്ലാം എഴുതിയിരിക്കുന്നത്. കുറച്ച് പോർഷൻസിൽ മാത്രമേ ഇംഗ്ലീഷ് ഉള്ളൂ. ന്യൂട്രീഷണൽ ഫാക്ട്സ് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. പെർ സെർവിങ്ങിലുള്ളതാണ് അവർ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, അതും ആവശ്യമുള്ളവർക്ക് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഇത് വാങ്ങിത്തന്ന ഫ്രണ്ടിൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ. ഡോക്ടർ അഖില. ഡോക്ടർ മിമിക്രി എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രി ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ അഖിലയെ ഫോളോ ചെയ്യുക. സോ നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ശരിക്കും എനിക്കിത് വാങ്ങി തന്നിട്ട് ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലായി. ഞാൻ കാറിൻ്റെ ഡാഷ്ബോർഡിൽ ഇട്ടേക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ ഫുള്ള് മെൽറ്റായി അത് ആ കവറിലിരിക്കുമായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും ഇതിങ്ങനെ പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ തുറന്നത്. പിന്നെ കഴിക്കാനും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ മെൽറ്റായിട്ടിരിക്കുമ്പോഴാണ്. സോ ഫുൾ മെൽറ്റായ മിൽക്ക് ചോക്ലേറ്റിലെ വേഫർ ഇങ്ങനെ ഇരിക്കുവാണ്. കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ റാപ്പറിലുള്ള ചോക്ലേറ്റ് ഞാൻ ഇങ്ങനെ വേഫർ വെച്ച് മാക്സിമം ശക്തിയിൽ ഇളച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ചില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അതിനേക്കാളും ഉപരിയായിട്ട് പറയുകയാണെങ്കിൽ നെസ്ലയുടെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, നെസ്ലയുടെ മിൽക്ക് ചോക്ലേറ്റ് നമുക്ക് നോർമലി 10 രൂപയ്ക്ക് കിട്ടുന്ന അതിൻ്റെ കൂട്ടത്ത് വേഫറിൻ്റെ ആ ഒരു ചോക്ലേറ്റ് വേഫറിൻ്റെ ടേസ്റ്റ് കൂടെ വരുന്നതാണ്. അതായത് കറക്റ്റ് നെസ്ലെ മഞ്ചിന് അതേ ടേസ്റ്റാണ്. നെസ്ലയുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ വേഫറാണ് നെസ്ലെ മഞ്ച് എന്ന് പറയുന്നത്, നോർമൽ മഞ്ച്. അതിൻ്റെ കുറച്ച് ഇപ്പം നമ്മൾ 20 രൂപയ്ക്കുള്ള മഞ്ച് മാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു പ്രീമിയം ടേസ്റ്റ് വരും. ആ ടേസ്റ്റാണ് ഇതിന്. എനിക്ക് പഴയ മഞ്ച്, എൻ്റെ കുട്ടിക്കാലത്തുള്ള ആ ഒരു നെസ്ലെ മഞ്ചിൻ്റെ ടേസ്റ്റ് വന്നു. ഇപ്പോഴത്തെ മഞ്ചിന് ആ പഴയ ടേസ്റ്റ് ഇല്ല ശരിക്കും. സോ ഈ മിൽക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് ഇങ്ങനെ ഇളച്ച് തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു, ശരിക്കും നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിങ്ങനെ മെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് തിന്നാനാണ് എപ്പോഴും ഇഷ്ടം. സോ ഈ മിഠായി കടയിൽ കാണുന്നവരും വാങ്ങാൻ ചാൻസ് കിട്ടുന്നവരും എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. സോ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.